blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒന്ന് മുംബൈയിൽ അംബേർനാഥിൽ നിന്നുള്ള ഒരു വ്യക്തിയും അപ്പോൾ തന്നെ US ഡാളസിൽ നിന്ന് മറ്റൊരു വ്യക്തിയും കൂടെ ചേർന്നിട്ടാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ മകളുടെ ബർത്ത്ഡേ ആണല്ലോ. കർത്താവ്, ആ മകളെ അങ്ങ് അനുഗ്രഹിക്കണമേ, തൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. അടുത്ത വർഷം 10th വലിയ നന്മകൾ തനിക്കുണ്ടാകട്ടെ, ആത്മീകമായ നല്ലൊരു ഭാവി തനിക്കുണ്ടാകട്ടെ, വളർച്ചയുണ്ടാകട്ടെ. കർത്താവ്, തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിനെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ്. അവരുടെ മകന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. തൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ, ആത്മീകമായ വളർച്ചയുണ്ടാകട്ടെ. ആ മുഴുവൻ കുടുംബത്തിനും ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡാളസിൽ നിന്നുള്ള മറ്റൊരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ സഹോദരിയെയും തൻ്റെ ഭർത്താവിനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ ജോലി സംബന്ധമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാ രോഗങ്ങളിൽ നിന്ന് വിടുതലുണ്ടാകട്ടെ. 2 ആൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. അവരുടെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം അങ്ങ് കൊടുക്കണമേ. രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതലും സൗഖ്യം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. கர்த்தருடைய பரிசுத்தமான நாமத்துக்கு ஸ்தோத்திரம். நாங்கள் இந்த இடத்திற்கு பிளெஸிங் ஃபெஸ்டிவல் இல்லை சார்ஜ் சொல்லும்படியாக நாங்கள் வந்தோம். நாங்கள் இதற்கு முன்னாடி ஒரு 5 மாதமாக பிளெஸிங் டுடே பார்த்து கொண்டு இருக்கிறோம். இப்போ இந்த இடத்துல சாட்சி சொல்ல வந்தோம். எங்களோட சாட்சி என்னென்னா, டிசம்பரில் நாங்கள் மாஸ்டர் செக்கப் பண்ணோம். அப்படி பண்ணும்போது என்னோடய துணைவிக்கு கால்கள் எல்லாம் முழங்காலிலேருந்து கீழே வரைக்கும் நல்ல வீக்கம் இருந்தது, நிறைய வலியும் இருந்தது, பெயின் இருந்தது. அப்போது டாக்டர்கிட்ட நாங்கள் இது பண்ணும்போது, பிபி மாத்திரை நீங்கள் சாப்பிட்டுட்டு வர்றதுனால உங்களுக்கு கண்டிப்பாக அந்த வீக்கம் இருக்கும், அது ஒன்றும் செய்ய முடியாது அப்படின்னு சொல்லி டாக்டர் சொல்லிட்டாங்க. ஆனால் பிளெஸிங் டிவி நாங்கள் கண்டினியூஸாக பார்த்துட்டு இருக்கும்போது ஜனவரியில் பிரதர் ஒரு தடவை சொன்னார், இப்போ பாடியில் கால் கை எல்லாம் வீக்கம் இருக்கிறவங்களுக்கெல்லாம் வந்து ஆண்டவர் சுகம் கொடுக்குறாரு அப்படின்னு சொல்லிட்டு பிரதர் சொன்னார். அதுக்கப்புறம் 1 or 2 days கம்ப்ளீட்டாக வீக்கம் இறங்கிடுச்சு. இப்போ வீக்கமே இல்லை. இப்போ நான் ஜனவரிலேருந்து இந்த 2 மாதத்துக்கு மேலே ஆச்சு. இது வரைக்கும் வீக்கம் இல்லாமல் நல்ல சுகமாக இருக்குது. கர்த்தர் சுகம் கொடுத்துருக்காரு. கர்த்தருக்கு நன்றி, பிரதருக்கும் நன்றி சொல்கிறோம். Blessing today has become a very good blessing in my life. I thank brother and sister Shama also for the good news that has been spread with all the other brothers and all those who work for Blessing TV. It's a very good program and I will continue watching it till my last days. Jesus is coming to your home today. ഈ കർത്താവ് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വരികയാണെങ്കിൽ how excited will you be? നിങ്ങൾക്ക് എത്ര ഉത്സാഹം, ആവേശം ഉണ്ടാവും. Hallelujah. Hallelujah. If Jesus is coming to your home today, ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് യേശു വരികയാണെങ്കിൽ you will start planning what will we give him for lunch. ഉച്ചയ്ക്ക് ഞാൻ എന്ത് യേശുവിന് തിന്നാൻ കൊടുക്കും? What is his favorite dish? എന്തായിരിക്കും യേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട We'll ഭക്ഷണം? be excited. നിങ്ങൾക്ക് ഭയങ്കര The ആവേശമായിരിക്കും. housewife will be very excited. വീട്ടമ്മമാർ വളരെ ഉത്സാഹമുള്ളവരായിരിക്കും. Busy cooking.
ഒത്തിരി പാചകത്തിൽ അവർ നിൽക്കും. All the children and all will be in preparation to receive the Son of God. എല്ലാ കുഞ്ഞുങ്ങളും വീട്ടിലുള്ള എല്ലാവരും ഈ ദൈവപുത്രനെ സ്വീകരിക്കാൻ റെഡിയാകും. But this is not an exaggeration. ഇത് വലുതാക്കി പറയുകയല്ല. Jesus really wants to come to your homes. യേശുവിന് ശരിക്കും നിങ്ങളുടെ വീട്ടിൽ വരുവാൻ ഇഷ്ടമുണ്ട്. Not in a physical body today, ഇന്ന് ഒരു ശരീരത്തിലല്ല, but in the spirit form. He wants to pay visits to every one of your homes. തന്റെ ആത്മരൂപത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വരുവാൻ യേശുവിന് ഇഷ്ടമുണ്ട്. When he was ministering here 2000 years back, 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പോൾ he visited many homes. ഒത്തിരി വീടുകൾ യേശു സന്ദർശിച്ചു. He visited the home of Mary, Martha and Lazarus. മറിയയുടെയും മാർത്തയുടെയും ലാസറിന്റെയും വീട് യേശു സന്ദർശിച്ചു. Not once, so many times. ഒരിക്കലല്ല, പലതവണ. And he used to conduct Bible classes. ബൈബിൾ ക്ലാസുകൾ അവൻ അവിടെ എടുക്കുമായിരുന്നു. Hallelujah. Hallelujah. What a privilege to be taught by Jesus himself. യേശു തന്നെ വചനം പഠിപ്പിക്കുന്നത് എത്ര ഭാഗ്യമാണ്. But do you know something? പക്ഷെ നിങ്ങൾക്കറിയാമോ, In that home there was a death later. എന്നാൽ ആ വീട്ടിൽ പിന്നീട് ഒരിക്കലൊരു മരണമുണ്ടായി. And that time they informed Jesus about the death of Lazarus. ആ സമയത്ത് ലാസറിന്റെ മരണത്തെക്കുറിച്ച് അവർ മുൻകൂട്ടി യേശുവിനെ അറിയിച്ചു. But he did not come for the funeral. ആ ശവമടക്ക് അല്ലെങ്കിൽ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് കർത്താവ് വന്നില്ല. All of them were very, very sad. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ദുഃഖം വന്നു. What is love? എന്താണ് സ്നേഹം? Jesus was visiting here every now and then, but in the greatest need he disappeared. യേശു ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ വീട്ടിൽ വരുമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം വന്നൊരു സന്ദർഭത്തിൽ അവൻ വന്നില്ലല്ലോ. Many of us think like that. നമ്മളും അതുപോലെ ചിന്തിക്കാറുണ്ട്. Why Jesus is not showing up? എന്താണ് പലപ്പോഴും കർത്താവിനെ കാണാത്തത് നമ്മൾ? Can I give you the answer? ഞാൻ ഉത്തരം നൽകട്ടെ. God's ways are higher than our ways. നമ്മളുടെ വഴികളേക്കാൾ ഉന്നതമാണ് കർത്താവിന്റെ വഴികൾ. Sometimes we don't understand. നമുക്കത് മനസ്സിലാക്കാൻ ചിലപ്പോൾ Why പറ്റാറില്ല. the delay? എന്താണ് ഇത്ര വൈകുന്നത്? Why Jesus is not coming? എന്താ യേശു വരാത്തത്? Why has he given up us? കർത്താവ് എന്തുകൊണ്ട് എന്നെ കൈവിട്ട് കളഞ്ഞു? Are you understanding? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? But let me tell you something. ഞാനൊരു കാര്യം പറയാം. God's plan are better than our plans. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മളുടെ പദ്ധതികളെക്കാൾ കുറേയും കൂടി നല്ലതാണ്. Jesus was not scheduling to come for the funeral, but Jesus was planning to come for a resurrection. കർത്താവായ യേശു ഒരു ശവമടക്കിന് പങ്കെടുക്കുവാനല്ല പദ്ധതിയിട്ടത്, ഒരു ഉയർപ്പിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് പദ്ധതിയിട്ടത്. I want to give you a message here. അതിൽ നിന്നൊരു സന്ദേശം ഞാൻ നൽകുന്നു. God's Jesus plan for your life is not destruction but redemption. കർത്താവിന്റെ നിങ്ങളുടെ ജീവിതത്തിലെ കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ നാശമല്ല, പകരം നിങ്ങളുടെ ഉയർച്ചയാണ്. Can you shout hallelujah? ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലോ? Bigger hallelujah. വലിയ ഹല്ലേലൂയ. Can I say it again? ഞാൻ വീണ്ടും പറയട്ടെ. God's plan for your life is not your destruction or burial. Beyond that, God has a plan of restoration and redemption and resurrection in your life. കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളെ നശിപ്പിക്കുവാനല്ല, അടക്കുവാനല്ല കർത്താവിന്റെ പദ്ധതി. നിങ്ങളെ വീണ്ടെടുക്കുവാൻ, നിങ്ങളെ വീണ്ടും പണിത് ഉയർത്തുവാനാണ് കർത്താവിന്റെ പദ്ധതി. Hallelujah. Hallelujah. How many of you will clap your hands and welcome Jesus to your homes? നിങ്ങൾ കരങ്ങളെ അടിച്ച് ഇപ്പോൾ യേശുവിനെ നിങ്ങളുടെ വീടുകളിലേക്ക് സ്വീകരിച്ചാലും. Hallelujah. Hallelujah. All the ways of Jesus we may not understand. യേശുവിന്റെ എല്ലാ വഴികളും ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകണമെന്നില്ല. Because our brain is so limited. കാരണം നമ്മുടെ തലച്ചോറിന് വളരെ പരിധികളുള്ളതാണ്. Hallelujah. Hallelujah. And God is an unlimited God. പക്ഷെ കർത്താവിന് ഒരു പരിധിയുമില്ല. Even if we don't understand him, അവരെ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലായില്ലെങ്കിലും that is not a problem. അതൊരു പ്രശ്നമല്ല. Just believe him. ചുമ്മാ വിശ്വസിക്കുക. Even without understanding, blindly, if you are ready to believe him, you will start seeing the miracles of Jesus. നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായില്ലെങ്കിൽ ചുമ്മാ യേശുവിനെ വിശ്വസിക്കുക, അവന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും. Another shout of hallelujah, please. ഒരു വലിയ ഹല്ലേലൂയ കൂടെ. Hallelujah. ഹല്ലേലൂയ. Now let's continue verse number 2. രണ്ടാമത്തെ വാക്യം നമുക്ക് തുടരാം. When John heard in prison
what Christ was doing, he sent his disciples. ക്രിസ്തുവിന്റെ പ്രവർത്തനത്തെ പറ്റി യോഹന്നാൻ സ്നാപകൻ തടവിൽ വെച്ച് കേട്ടിട്ട്, Are you with me? നിങ്ങൾ എന്റെ കൂടെ Where is John the Baptist today? ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ എവിടെയാണ്? He is not on the banks of river Jordan baptizing people, or he is not preaching the kingdom of God anymore. He is now in prison. ഇവിടെ യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയുടെ തീരത്ത് ആൾക്കാരെ സ്നാനപ്പെടുത്തുകയല്ല, ദൈവരാജ്യം പ്രസംഗിക്കുകയല്ല, ഇപ്പോൾ അവൻ തടവിലായിരിക്കുകയാണ്. Again, another complicated problem. ഇതാ മറ്റൊരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യം. Why? എന്തുകൊണ്ട് Such an anointed man of God in prison today? ഇത്ര അഭിഷിക്തനായ ഒരു ദൈവഭൃത്യൻ എന്തുകൊണ്ട് കാരാഗൃഹത്തിൽ കിടക്കുന്നു? Why didn't God protect him? എന്തുകൊണ്ട് കർത്താവ് അവനെ സംരക്ഷിച്ചില്ല? I want to say it again. ഞാൻ വീണ്ടും പറയട്ടെ. God's ways and plans are sometimes not comprehensible. ചിലപ്പോഴൊക്കെ കർത്താവിന്റെ വഴികളും പദ്ധതികളും നമ്മളുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്നതല്ല. That is not a problem. അതൊരു പ്രശ്നമേ അല്ല. But still we need to believe on God. അപ്പോഴും നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം. Whether you understand or not, നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും your responsibility is always in all seasons to believe in God. എപ്പോഴും കർത്താവിനെ ഏത് സാഹചര്യത്തിലും സീസണിലും കർത്താവിനെ വിശ്വസിക്കുന്നതുള്ളതാണ് നമ്മുടെ കടമ. Are you ready for that? നിങ്ങൾക്ക് അത് തയ്യാറാണോ? Because the Bible says we walk not by sight but by faith. വചനം പറയുന്നു നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുന്നവരാണ്. Can you shout amen? ഒരു ആമേൻ പറഞ്ഞാലും. Hallelujah. ഹല്ലേലൂയ. Now from prison John the Baptist sent his disciples to Jesus. ഇവിടെ ഇതാ കാരാഗൃഹത്തിൽ നിന്നും യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. What was the purpose? എന്തായിരുന്നു ഉദ്ദേശം? Verse number 3, to ask him, are you the one who was to come, or should we expect someone else? അതിന്റെ ഉദ്ദേശം ഇതായിരുന്നു, വരുവാനുള്ളവൻ അങ്ങ് തന്നെയാണോ, ഞങ്ങൾ വേറൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ. If you read John chapter 1, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1 വായിക്കുമ്പോൾ John the Baptist started his ministry before Jesus started his ministry. യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. Hello. That means in ministry John the Baptist is senior to Jesus. അതിന്റെ അർത്ഥം ശുശ്രൂഷയുടെ കാര്യത്തിൽ യേശുവിനേക്കാൾ മുതിർന്നയാളാണ്, സീനിയറാണ് യോഹന്നാൻ സ്നാപകൻ. Hello. And when he started his ministry, അവന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ he said the kingdom of God is near. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു. I am not the prophet to come, but here comes another man who is bigger and greater than me. വരുവാനുള്ള പ്രവാചകൻ അത് ഞാനല്ല, എന്നാൽ ഇതാ ആ വരുവാനുള്ള വലിയ വ്യക്തി ഇതാ എൻ്റെ പുറകിലുണ്ട്. I am the voice that prepares a way for the Lord in the wilderness. ആ കർത്താവിന് വേണ്ടി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം മാത്രമാണ് ഞാൻ. I have come to prepare the way for the Lord. ആ കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാനായി വന്നവനാണ് ഞാൻ. I am not truth. I have come to be a witness of the truth. ഞാനല്ല സത്യം, പക്ഷെ ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ്. And one day when John the Baptist was baptizing people in river Jordan, യോർദാൻ നദിയിൽ ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ ആളുകളെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ he stopped baptizing people. പെട്ടെന്ന് താൻ സ്നാനം കഴിപ്പിക്കുന്നത് നിർത്തി. And all were stunned. What is happening? എല്ലാവരും നോക്കി, എന്താ സംഭവിക്കുന്നത്? But that time, പക്ഷെ ആ സമയം John the Baptist fixed his eyes on a person among the crowd. ആ ജനക്കൂട്ടത്തിന് നടുവിലുള്ള ഒരു വ്യക്തിയിലേക്ക് തന്റെ കണ്ണുകൾ പതിഞ്ഞു. And he cried out, അവൻ ഉറക്കെ പറഞ്ഞു, behold the Lamb of God who takes away the sins of the whole world. ഇതാ മുഴുവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
He introduced Jesus to the entire world. യേശുവിനെ മുഴുവൻ ലോകത്തിനും യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തി. Because he himself saw with his spiritual eyes that the Holy Spirit coming, descending upon Jesus in the form of a dove. കാരണം ഈ യോഹന്നാൻ സ്നാപകൻ തന്നെ അവന്റെ ആത്മീക കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ വന്ന് പതിക്കുന്നത്. That much assurance and revelation John the Baptist had about Jesus Christ. അത്രയ്ക്കും ഉറപ്പും വെളിപ്പാടും യോഹന്നാൻ സ്നാപകന് യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. But when he was in prison, പക്ഷെ അവൻ കാരാഗൃഹത്തിൽ he ആയപ്പോൾ started doubting even the messiahship of Jesus. അവൻ യേശുവിന്റെ മശീഹത്വത്തെ അവൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. He could not figure out why this is happening. If he were the son of God, this would not have happened to me. അയ്യോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അവൻ ശരിക്കും ദേവപുത്രനാണെങ്കിൽ ഞാൻ ഇപ്പോൾ കാരാഗൃഹത്തിൽ കിടക്കണോ? When he comes, all the prisoners will be set free. അവൻ വരുമ്പോൾ എല്ലാ ബന്ധനത്തിലുള്ളവരും പുറപ്പെടേണ്ടതല്ലേ? But now because of him I am in prison. അവനെ ഓർത്ത് അവനെ പ്രതി ഇപ്പോൾ ഞാനിതാ കാരാഗൃഹത്തിലാണ്. Is it really the Christ himself? അത് അവൻ തന്നെയാണോ വരുവാനുള്ള ക്രിസ്തു? This happens to us also. നമുക്കും ഇത് സംഭവിക്കാറുണ്ട്. Sometimes when we go through very difficult situations, പലപ്പോഴും നമ്മൾ വളരെ കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു we പോകുമ്പോൾ doubt even God. നമ്മൾ ദൈവത്തെ പോലും സംശയിക്കാറുണ്ട്. Does God really love me? ശരിക്കും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? So I have a lot of promises from God. എനിക്ക് ഒത്തിരി കർത്താവിൽ നിന്ന് ഒത്തിരി Even I വാഗ്ദത്തങ്ങളുണ്ട്. have heard the voice of God in the past. ഞാൻ കഴിഞ്ഞ നാളുകളിലും കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. Even I have shared the testimony of Jesus before ഞാൻ the public. യേശുവിന്റെ സാക്ഷ്യം ഞാൻ ഉറക്കെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. But today പക്ഷെ ഇന്ന് I doubt even were these experience really from God? എന്റെ ഈ പ്രശ്നങ്ങളെല്ലാം കർത്താവിൽ നിന്ന് തന്നെയാണോ? We doubt God. നമ്മൾ ചിലപ്പോൾ കർത്താവിനെ സംശയത്തോടെ നോക്കാറുണ്ട്. That time, ആ സമയം it was that time John the Baptist sent some of his disciples to Christ. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരിൽ ചിലരെ യേശുവിന്റെ അടുക്കലേക്ക് അയച്ചത്. Verse number 4. നാലാമത്തെ വചനം. What was Jesus' response? എന്തായിരുന്നു യേശുവിന്റെ മറുപടി? Jesus replied, "Go back and report to John what you hear and see." യേശു ഉത്തരം പറഞ്ഞു, മടങ്ങിച്ചെന്ന് നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ യോഹന്നാനെ അറിയിക്കുവിൻ. Hello. The reporters came. ഇതാ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. Jesus asked them, "Go and tell him what you see and hear." ഇവിടെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ മടങ്ങിച്ചെന്ന് അവനോട് പറയുക. That means Jesus was into the ministry. യേശു അവിടെ ശുശ്രൂഷ He was ചെയ്തുകൊണ്ടിരിക്കുകയാണ്. doing a lot of miracles among the crowd. അത്ഭുതങ്ങൾ ജനക്കൂട്ടത്തിനടുക്കൽ ചെയ്യുകയാണ്. Jesus never sent anyone back. ഒരിക്കലും യേശു അവരാരെ ആട്ടിക്കളഞ്ഞില്ല. Tax collectors were brought to Jesus. ചുങ്കക്കാർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. Sinners were brought to Jesus. പാപികൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. Criminals were brought to Jesus. കുറ്റവാളികൾ യേശുവിന്റെ അടുക്കൽ And കൊണ്ടുവന്നു. finally, അവസാനം when Jesus was hanging on the cross, യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ one guy on the left and one guy on the right. ഇടത് ഇതാ ഒരു വ്യക്തി, വലത് ഭാഗത്തൊരു വ്യക്തി. Both of them were sinners and criminals. രണ്ടുപേരും പാപികളും കുറ്റവാളികളുമായിരുന്നു. They had done nothing good in their whole life. അവരുടെ മുഴുവൻ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്തവർ. One of them asked Jesus, when you go to the Father and come back as a king, will you remember me too? അതിൽ ഒരു കള്ളൻ യേശുവിനോട് ചോദിച്ചു, യേശുവേ, അങ്ങ് ചെന്ന് പിതാവിന്റെ അടുക്കൽ പോയി മടങ്ങി വരുമ്പോൾ എന്നെ അങ്ങ് ഓർക്കുമോ? I lived a criminal life. ഞാനൊരു കുറ്റവാളിയായി ജീവിച്ച വ്യക്തിയാണ്. I wasted my life. എൻ്റെ ജീവിതം ഞാൻ പാഴാക്കി കളഞ്ഞു. But will you consider me too? അങ്ങ് എന്നെയും ഓർക്കുമോ, പരിഗണിക്കുമോ? What was Jesus' response? എന്താ യേശു പറഞ്ഞത്? You wretched criminal! How can you beg that question to me? I am the Son of God. I have come to save only the saints. നീചനായ കുറ്റവാളിയെ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട് ഇത് ചോദിക്കുവാൻ? How dare you ask that question? നിനക്ക് എന്ത് ധൈര്യമുണ്ട് ഈ ചോദ്യം എന്നോട് ചോദിക്കുവാൻ? Was that Jesus' response? അങ്ങനെയാണ് യേശു ചോദിച്ചത്. Simply Jesus said, യേശു ചുമ്മാ പറഞ്ഞു, today
you will be with me in paradise. വളരെ ലളിതമായ യേശു മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. Not tomorrow or not after 1000 years of suffering in hell, I will give you a promotion. നാളെ കൊണ്ടുപോകുന്നു 1000 വർഷം നീ നരകത്തിൽ കടന്ന് യാതന അനുഭവിച്ചിട്ട് നിനക്ക് പ്രൊമോഷൻ നൽകി കൊണ്ടാകാമെന്ന് പറഞ്ഞില്ല. Today. Hello, today. കേൾക്കുന്നുണ്ടോ? ഇന്ന്. Whole life you did not pray, whole life you sinned, whole life you suffered. Your life was a total mess. That doesn't matter. Today, in one day, today, Jesus can change everything. നിങ്ങളുടെ മുഴുവൻ ജീവിതം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലായിരിക്കാം, പാപിയായി ജീവിച്ചിട്ടുണ്ടാകാം, ഒത്തിരി കഷ്ടങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും കർത്താവിന് പ്രശ്നമല്ല. ഇന്ന് കർത്താവ് നിന്നെ വിടുവിക്കുന്ന ദിവസമാണ്. Oh, what a savior we have. ഓ, എത്ര നല്ല രക്ഷകനാണ് നമുക്കുള്ളത്. Any sinner is welcome. ഏതൊരു പാപിക്കും യേശുവിന്റെ അടുക്കലേക്ക് വരാം. The VIP before Jesus is the worst sinner. യേശുവിന്റെ മുൻപിൽ ഒരു VIP ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പാപിയാണ് യേശുവിന് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി. പ്രസംഗം ബ്യൂട്ടിഫുൾ. ഈ ഒരു പ്രോഗ്രാം കാരണം കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ദൈവത്തിനെ കുറിച്ച് ശരിക്കും അറിയാനുള്ള ഒരു സോഴ്സാണിത്. നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം. അതേപോലെ ബൈബിൾ നമുക്ക് എന്ത് തന്നെ നമ്മൾ ഫസ്റ്റ് തൊട്ട് തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായാലും നമ്മൾക്ക് ആ ബൈബിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ശരിക്കും അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ പ്രോഗ്രാംസ് കാരണം കൊണ്ട് നമുക്ക് അതിനുള്ള ഒരു ഇൻഡെപ്ത് നോളജ് നമുക്ക് കിട്ടുന്നുണ്ട്. താങ്ക്സ് ടു ദിസ് പ്രോഗ്രാം. ഇനി നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ലോർഡ്. ദൈവമേ, വല്ലാതെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകുന്ന ചില വ്യക്തികൾ, പണം ആർക്കോ കടം കൊടുത്തിട്ട് ഇന്ന് വരെ നിങ്ങൾക്കത് തിരികെ ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഏതൊക്കെയോ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയ പണമാണിത്. വല്ലാതെ അതിനിടയിൽ കിടന്ന് ഞെരുങ്ങുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ കാണുന്നു. കർത്താവെ, അങ്ങയുടെ കരം അവരുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഭയം നേരിട്ടിട്ട് മാനസികമായി ചില പ്രശ്നത്തിലൂടെ പോകുന്ന ചില വ്യക്തികളെ കർത്താവ് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്തരം മാനസിക പ്രശ്നങ്ങളുള്ള ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. വിടുതലുകൾ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ചില പ്രത്യേക രോഗങ്ങളെ കർത്താവ് എന്നെ കാണിക്കുന്നു. പുരുഷന്മാരിലുള്ള ചില പ്രത്യേക രോഗങ്ങൾ, നിങ്ങൾക്കത് പുറത്തേക്ക് നിങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ചില രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ തന്നെ അത് സൗഖ്യമാക്കുകയാണ്. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികൾ ഇപ്പോൾ കർത്താവെ ഒരു അത്ഭുതം അവർക്ക് വേണ്ടി സംഭവിക്കണമേ. അങ്ങയുടെ കരം നീട്ടി അങ്ങ് വെളിപ്പെടുത്തി കർത്താവെ അവരെ സൗഖ്യമാക്കി അവരുടെ കയ്യിൽ അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ കർത്താവ് ഒരു കുഞ്ഞിനെ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു കർത്താവ്. കാണാതെ പോയ ചില കാര്യങ്ങൾ കർത്താവ് കണ്ട് കിട്ടിയവനെ പോലെ ദൈവം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് ചേരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾക്ക് വേണ്ടി, ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി വലിയ തുക ആവശ്യമുള്ള ചില വ്യക്തികളെ കാണുന്നു. കർത്താവെ, അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി സംഭവിക്കട്ടെ. ആ സമയത്ത് ആ തുക അവരുടെ കയ്യിൽ അത് വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലയ്ക്കാത്ത ചുമ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം തന്നെ വിടുതലുകൾ സംഭവിക്കുകയാണ്. നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ നിൽക്കുമ്പോൾ തന്നെ മറിഞ്ഞു വീഴുന്ന ചില വ്യക്തികൾ, നിങ്ങൾ പെട്ടെന്ന് തല പെരുക്കുന്നത് പോലെ തോന്നിയിട്ട് നിങ്ങൾ മറിഞ്ഞു വീഴുകയാണ്. അത്തരം ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ. കർത്താവെ, എല്ലാ രോഗങ്ങളും, തലവേദനകൾ മാറിപ്പോകട്ടെ. കർത്താവെ, ഉദര സംബന്ധമായ അസുഖങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. എല്ലാ രോഗത്തിനും യേശുക്രിസ്തു പരിഹാരമാണെന്ന് ഞാൻ അറിയുന്നു. യേശുവിൻ്റെ രക്തം ഇപ്പോൾ എല്ലാ വ്യക്തികളുടെ മേലും ഞാനിപ്പോൾ തളിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാർത്ഥനയ്ക്കും അങ്ങ് ചെവിക്കൊള്ളണമേ. അങ്ങയുടെ വിടുതലും അനുഗ്രഹവും കൊടുത്ത് ഇവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഇന്ന് നമ്മുടെ കൊട്ടാരക്കരയിലാണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നാളെ കോട്ടയത്താണ് നടക്കുന്നത്. വരാനായിട്ട് മടിക്കരുത്. നേരത്തെ തന്നെ വരിക, മുൻപിലുള്ള സീറ്റുകളിൽ വന്നിരിക്കുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ തന്നെ വിന്നേഴ്സ് ഫാക്ടറി ബ്രദർ ഡാമിയുടെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകം. ഇംഗ്ലീഷിലാണ്, അതിൻ്റെ മലയാളം പതിപ്പ് ഉടനടി പുറത്തിറങ്ങുന്നതാണ്. എന്നാൽ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാൻ എല്ലാ വിദ്യാർത്ഥികളും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഇത് ആവശ്യപ്പെടണം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്ന് ആവശ്യപ്പെടാൻ സാധിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ബർണബാസ് ഏത് ദേശക്കാരനാണ്? വേർ ഇസ് ബർണബാസ് ഫ്രം? ഓപ്ഷൻസ്: എ കുപ്രദീപ്, ബി യെരുശലേം, സി അലക്സാൻഡ്രിയ, ഡി ഏഷ്യ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.